ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഓൾറെഡി തംബ്ലെയിനിൽ കണ്ട പോലെ തന്നെ യൂട്യൂബിൻ്റെ അക്കൗണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നുള്ള ഇന്നത്തെ വീഡിയോ. കുറച്ച് പേർക്ക് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, അല്ലാത്തവർ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇത് 2026 പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾ പഴയ രീതിയിലല്ല ഇത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണും. ഓക്കെ, ഐക്കൺ താഴെ റൈറ്റ് സൈഡിൽ കോർണറിൽ ഐക്കണിൽ പോവാം. അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ അക്കൗണ്ട് കിട്ടും. ഓക്കെ, യൂട്യൂബിൻ്റെ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഈ അക്കൗണ്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോവാം, മുകളിൽ വശം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് തന്നെയായിരിക്കും കിടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട്സ് തന്നെയായിരിക്കും അവിടെ സെലക്റ്റഡ് ആയി കിടക്കുന്നത്. ഈ സെലക്റ്റഡ് ആയി വേറെ വേറെ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഏതാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാം. എന്നിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക്. ഏത് മെയിൽ അഡ്രസ്സിലാണോ കിടക്കുന്നത് നമ്മുടെ അക്കൗണ്ട്, ആ മെയിൽ അഡ്രസ്സ് ഒന്ന് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മെയിൽ അഡ്രസ് ഉണ്ടോ അതിവിടെ കാണിക്കും. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചൂസ് ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. വീണ്ടും നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ അപ്ഡേഷന് ഉള്ള പോലെ അല്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ നമ്മൾ ഗൂഗിൾ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ആ ഗൂഗിൾ ഡാഷ്ബോർഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. ഇങ്ങനെ ഒരു ഓപ്ഷനകത്ത് എന്ത് ചെയ്യുക, താഴേക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മുടെ സർവീസുകൾ കാണും. കലണ്ടർ ഉണ്ട്, എൻ്റെ ഈ മെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ജിമെയിൽ ഉണ്ട്, മാപ്പ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, ക്രോം ഉണ്ട്, കോൺടാക്റ്റ്, അങ്ങനെ 2-3 ആപ്ലിക്കേഷനുമായിട്ട് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡിലീറ്റ് എ സർവീസ് എന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിൽ വന്നിട്ട്. ഓക്കെ, ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് മെയിൽ അഡ്രസ് ആണോ അതൊന്ന് നിങ്ങൾ ലോക്കോ പാസ്വേഡ് ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ആക്കുക. നിങ്ങളുടെ മെയിൽ അഡ്രസ്സിൻ്റെ പാസ്വേഡ് ഒന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഡിലീറ്റ് ഗൂഗിൾ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ഡൗൺലോഡ് ചെയ്യുന്ന ഡേറ്റ ഉണ്ട്, യൂട്യൂബ്, ഏത്, ജിമെയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് യൂട്യൂബ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഡിലീറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾറെഡി വീണ്ടും നമ്മൾ വെരിഫൈ ചെയ്യും നമ്മുടെ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ലോഗിൻ കൊടുക്കുക. ഓക്കെ, നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ സിമ്പിൾ ഒരു മെത്തേഡാണ്. അപ്പം നമുക്ക് ഐ വാണ്ട് ടു ഹൈഡ് മൈ ചാനലുണ്ട്, ഐ വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് മൈ കണ്ടന്റ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഐ വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് മൈ കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടിക്ക് ഓൺ ആയതിന് ശേഷം ജസ്റ്റ് ഡിലീറ്റ് മൈ കണ്ടന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തുണ്ട്, യൂട്യൂബ് അക്കൗണ്ട് ഡിലീറ്റ് ആവും. പെട്ടെന്ന് ഡിലീറ്റ് ആയിരിക്കും, ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് പെർമനൻ്റ്ലി ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഒരു സിമ്പിൾ ഒരു മെത്തേഡാണ്. അപ്പം ആർക്കെങ്കിലും നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. അപ്പം അടുത്ത വീഡിയോ കൂടെ കാണുന്നതിന് വരെ ഓക്കെ, ബൈ, താങ്ക്സ്.